ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ആസ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. ഒരു ഗാർഡനിങ് മേക്ക് ഓവറാണ്. ഇതൊരു എം ടി ആയിട്ടുള്ളൊരു സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതെന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ മാജിക് ആസൻ്റെ മീനിങ് എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് മാജിക് ഹോം എന്നാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇങ്ങനെയുള്ളൊരു സ്പേസ് ആയിരുന്നു. അതിൽ ഞാൻ ഒരു മാസം മുന്നേ ഈ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ ഏരിയയും എം ടി ആയിട്ട് കിടക്കുകയാണ്. ഈ ഒരു സ്പേസ് നമുക്ക് എങ്ങനെ ഒരു ഗാർഡൻ ആക്കി മാറ്റാമെന്നാണ് നോക്കേണ്ടത്. ശരിക്കും ഒരു ഭംഗിയില്ലാതെ കിടക്കുകയാണ്. ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇതിനി നമുക്ക് എങ്ങനെ കളർഫുള്ളാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ആ സ്ഥലം നമുക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വെറ്റാക്കി എടുക്കാം, കുഴിയെല്ലാം കുഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സൈഡിൽ ഞാനൊരു ചെടി നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ നല്ലൊന്ന് കുഴിച്ചെടുക്കണം. ഇത് കുഴിക്കൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇവിടെ കുറച്ച് ഹാർഡായിട്ടുള്ള സ്ഥലവുമാണ്. ഈ ഒരു ചെടിയാണിത്. ചെറിയൊരു ചെടി ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് നല്ല വലുതായിട്ടുണ്ട് ഇപ്പോൾ. ഇത് ഇപ്പോൾ നമ്മളിവിടെ മേക്ക് ഓവർ ചെയ്യുന്നത് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ അടുത്തുള്ള ചെടികൾ വെച്ചിട്ടാണ്. ഒന്നും എക്സ്ട്രാ ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. വീട്ടിലുള്ള സാധനങ്ങളും ചെടികളും വെച്ചിട്ടാണ് ഇത് നമ്മൾ ഭംഗിയാക്കി എടുക്കുന്നത്. ഈ ഒരു ചെടി ഇളക്കാതെ ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മണലൊന്നും ഇളകി പോയിട്ടില്ല. വേര് ഇളകി കഴിഞ്ഞാൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇത് ചാണകപ്പൊടിയാണ്. അതിൻ്റെ ചുറ്റും നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുത്തു. ഇനി മണ്ണെല്ലാം ഇട്ട് മൂടി കഴിഞ്ഞു. നമ്മളൊരു ചെടി വാങ്ങി അത് കുറച്ച് അതിന് വരുമ്പോഴൊക്കെ മാറ്റി നട്ടാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഓരോ യൂസിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഒരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും വേറെ ചട്ടികളിൽ മാറ്റി വെക്കും. ഇത് ഇവിടെ ഈ ചട്ടി പൊട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഏതായാലും നമുക്ക് മാറ്റി വെക്കേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ വെക്കാമെന്ന്. ചട്ടി പൊട്ടി താഴേക്ക് വേറെ ഇറങ്ങി പോയിട്ടുണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് കൈക്കോട്ട് വെച്ച് ഒന്ന് കൊട്ടി കൊടുത്ത് ചട്ടി പൊട്ടിച്ചാണ്. ഈ ചെടിയൊന്നും വലിയ കെയറിങ്ങൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. അപ്പോൾ ഞാനിവിടെ അധികം നട്ടിട്ടുള്ള ചെടികളും വലിയ കെയറിങ്ങൊന്നും ആവശ്യമില്ലാത്ത ചെടികളാണ്. ഭയങ്കര കെയറിങ്ങൊക്കെ ആവശ്യമുള്ള ചെടികൾ എപ്പോഴും നമ്മൾ ചട്ടിയിൽ വെക്കുന്നത് തന്നെ നല്ലത്. എന്നാലേ അതിൽ വളമിട്ട് കൊടുക്കാനും എപ്പോഴും നനക്കുന്നതെല്ലാം പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അധിക പ്ലാന്റ്സ് ഇവിടെ ചട്ടിയിൽ തന്നെയാണ്. അപ്പോൾ ഈ 2 ചെടികൾ വെച്ചു. അപ്പോഴേക്കും തന്നെ കുറച്ച് ചെറിയ മാറ്റമൊക്കെ വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ചെടിയെല്ലാം അതേപോലെ ഒന്ന് വെച്ചാൽ തന്നെ ഒരുപാട് ചെടികൾ ഉള്ളിലൂടെ വരും. ഇതിൽ തന്നെ ഞാൻ 3-4 ചെടി ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്.
കുറച്ചൊക്കെ കളർ മാച്ചിങ് ആയിട്ടുള്ള നോക്കിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വേറൊരു ഭാഗത്തുള്ളതാണ്, ഒരുപാടുണ്ട്. അപ്പം ഇതിൻ്റെ വോളിയം കുറച്ച് കാണാത്ത രീതിയിൽ പറിച്ചെടുത്താൽ മതി. അതിന് പറിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നാൻ പാടില്ല. സ്നേക്ക് പ്ലാന്റിനെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കെയറിങ്ങും ആവശ്യമില്ലാത്ത, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണിത്. കാരണം ഇപ്പോൾ ഒരു മാസം നനച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രോബ്ലവും ഇല്ല. നല്ല ഭംഗിയാണിത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ, നമുക്ക് വെയിലത്ത് കൊണ്ടുവച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ചെടിയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഏരിയയിലാണ് സ്നേക്ക് പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ലൈൻ അത് കൊടുക്കാം. മറ്റെല്ലാം ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ കുറച്ച് വളം ഇട്ടു. ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ ഇഷ്ടമുള്ളതെല്ലാം ഇടാം. ഞാൻ ഇത് രണ്ടുമാണ് അധികം യൂസ് ചെയ്യൽ. വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഒരു 5 ചെടിയുണ്ട്. ഇതെല്ലാം കുറച്ചൊരു മാസം 2 മാസം എല്ലാം ആകുമ്പോഴേക്കും ഇനി ഒരുപാട് കൂട്ടമായിട്ട് മാറും. പെട്ടെന്ന് ഉണ്ടാവുന്ന ചെടിയാണ്. അതും കഴിഞ്ഞു. ഇപ്പോഴും ഫുള്ളായിട്ട് ഫില്ലായിട്ടില്ല. ഇനിയും എംപ്റ്റി സ്പേസസ് കുറേ ഉണ്ട്. ഒരു മണി പ്ലാന്റ് ആ സൈഡിൽ വെക്കാം. ഇവിടെ കമ്പാരിറ്റീവ്ലി തീരെ വെയിലില്ലാത്തൊരു ഏരിയ ആണ്. ഈ ചെടി ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു വർഗത്തിൽ പെട്ടത് തന്നെയാണ്. തീരെ കെയറിങ് ആവശ്യമില്ല. വെള്ളം നനച്ചിട്ടില്ലെങ്കിലൊന്നും പ്രോബ്ലം ഇല്ലാത്തൊരു ചെടിയാണ്. പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. അത് ഈ സൈഡിൽ കൊടുക്കാം, ഒരു ബോർഡറായിട്ട്. ഇനി നമുക്ക് താഴെ കുഴിച്ചിടാതെ കുറച്ച് ചട്ടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ചട്ടിയിൽ പ്ലാന്റ് ഓൾറെഡി ഉള്ളതാണ്. ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. ഈ ചെടിയൊന്നും വെയിലധികം കൊള്ളാൻ പാടില്ലാത്തതാണ്. അപ്പം ഏകദേശമൊക്കെ ആയി. എന്നാലും കുറേ എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ഇനിയും ഉണ്ട്. അവിടെ അങ്ങനെ ചെടി വെച്ചു. ഈ ചെടിയിൽ തന്നെ ഇടയിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മുറിച്ചിട്ട് നടാം. അവിടെ ഒരു അൽഗോണിമ വെക്കാം. ഇതെല്ലാം അൽഗോണിമൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ്. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതെല്ലാം ഞാൻ ഒരു ചെടി വാങ്ങിയതായിരുന്നു, അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു 5-6 ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ചട്ടിയാണ്. അതിൽ 2 ഒരുമിച്ച് വെച്ചതാണ്. ഉണങ്ങിയ ഇലയിലാണ് വെട്ടിക്കൊടുക്കുന്നത്. ഏകദേശം എല്ലാ ചെടികളും ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ട്.
ഇപ്പോൾ ഏകദേശം താഴ്ത്ത് വെക്കാനുള്ള എല്ലാം നമ്മൾ വെച്ചു. ഇനി നമ്മൾ നട്ടതെല്ലാം ഒന്ന് നനച്ച് കൊടുക്കണം. എന്ത് ചെടി വെച്ച് കഴിഞ്ഞാലും അപ്പോഴേ നമ്മൾ നനച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ചട്ടിയിലെല്ലാം മാറ്റി നടുകയാണെങ്കിൽ നമ്മൾ തണലത്ത് ഒരാഴ്ച വെക്കണം. എന്നിട്ട് വെയിലത്ത് വെക്കാൻ പാടുള്ളൂ. പിടിക്കുന്ന വരെ തണലത്ത് തന്നെ വെക്കണം. ശരിക്കും ഈ ചെളിയായ ഏരിയയിലെല്ലാം പെയിൻറ്റും കൂടി കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം കയ്യിൽ പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് അതിന് നിൽക്കുന്നില്ല. ഇനി അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം ഏകദേശം എല്ലാം ആയി. ഇനി നമുക്ക് ഉള്ളത് ഹാങ്ങിങ് പോട്ട്സ് ഹാങ് ചെയ്യലാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഏകദേശം എല്ലാ ഏരിയയും ഫില്ലായിട്ടുണ്ട്. ഈ ഏരിയയിൽ 2 ഹാങ്ങിങ് പോട്ട്സ് തൂക്കാം. അതിന് ഹെൽപ്പിന് വേണ്ടി ഹസ്ബൻഡിനെ വിളിച്ചതാണ്. ആദ്യം നമ്മൾ ഈ കയറ് കെട്ടണം, എന്നാലേ അതിൽ ഹാങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ക്ലേ പോട്ടാണ് ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ഈ ഹോളിലൂടെ ഒരു കമ്പി ഇട്ടിട്ട് അതിലാണ് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് റെഡിയാക്കി. കുറച്ച് ബുദ്ധിമുട്ടി റെഡിയായി കിട്ടാൻ. ഇനി ഇവിടെ ഒരു പ്ലാന്റ് ആണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
ഫുള്ളായിട്ട് റെഡിയായി. ഇനി ശരിക്ക് ആ എംപ്റ്റി സ്പേസിലൊക്കെ പെബിൾസ് കൂടെ ഇട്ടാൽ വളരെ നന്നാവും. എൻ്റെ കയ്യിലില്ലായിരുന്നു വാങ്ങിയത്, ഇനി പുറത്ത് പോകുമ്പോൾ വാങ്ങിക്കണം. അപ്പോൾ ഒന്നുകൂടി നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയ ആക്കി മാറ്റിയെടുക്കാം. സിറ്റ് ഔട്ടിൻ്റെ ഇത് ഫ്രണ്ടിൽ നിന്ന് കാണാത്തൊരു ഏരിയ ആണ്, പക്ഷേ സിറ്റ് ഔട്ടിൽ കയറിയാൽ ഈ ഏരിയ കാണാം. കിച്ചണിൽ നിന്നും സിറ്റിംഗ് റൂമിൽ നിന്നൊക്കെ വ്യൂ ഉള്ളതാണ്. സിറ്റിംഗ് റൂമിൽ നിന്ന് നോക്കിയാലും ഈ ഏരിയ കാണാം, കിച്ചണിൽ നോക്കിയാലും കാണാം. കാർ പോർച്ചിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഏരിയ ആണ്. സിറ്റ് ഔട്ട് ഓർഗനൈസേഷൻ എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏരിയനെ കുറിച്ച് ഇവിടെ ഗാർഡൻ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാനൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൻ്റെ അതേ പേരാണ്, മാജിക്കാസ ബൈ സാജിദ. അപ്പം എല്ലാവരും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അതിൽ പുതിയ അപ്ഡേറ്റ്സൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവും. അപ്പം എല്ലാവരും അത് ഫോളോ ചെയ്യണം. കണ്ടില്ല, ഇങ്ങനെയുള്ളൊരു ഏരിയയാണ് നമ്മളിങ്ങനെ മാറ്റിയെടുത്തത്. നിങ്ങൾക്ക് ശരിക്കും ഡിഫറൻസ് മനസ്സിലാവും. കണ്ടല്ലോ, എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും. പിന്നെ ഇന്നാൾ നട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ വേർട്ടിക്കൽ ഗാർഡൻ, ഇതിൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ ഈ വേർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിപ്പോൾ എങ്ങനെ ഉണ്ട് ഒന്ന് കാണിക്കാമോ എന്ന്. അതുകൊണ്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര വെയിലുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ചൂടുകാലമായതുകൊണ്ട് കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് വളരെ വളരെ വളരെയധികം ഇൻസ്പിറേഷൻ തരുന്നതാണ്. വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാണുന്നത് വരെ ബൈ ബൈ.